ലെബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രയേൽ നിരോധിക്കപ്പെട്ട ക്ലസ്റ്റർ യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ. 13 മാസം തുടർന്ന ആക്രമണത്തിൽ വ്യാപകമായി ഇത്തരം ആയുധങ്ങൾ ഇസ്രയേൽ ഉപയോഗിച്ചുവെന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തെക്കൻ ലെബനനിലെ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ കണ്ടെത്തിയ യുദ്ധോപകരണ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അവർ ഇത്തരമൊരു സൂചന നൽകുന്നത്. ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്തുള്ള വാദി സിബിഖിൻ, വാദി ബർഗൂസ്, വാദി ദീർ സിറിയൻ എന്നിവിടങ്ങളിലെ വനപ്രദേശങ്ങളിൽ നിന്നാണ് ക്ലസ്റ്റർ യുദ്ധോപകരണ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്ന് ഗാർഡിയൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കണ്ടെത്തിയവ ഇസ്രയേലിന്റെ 2 തരം ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളാണെന്ന് 6 ആയുധ വിദഗ്ധർ സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കണ്ടെത്തിയ ആയുധങ്ങളിൽ ഒന്ന് ആന്റി പേഴ്സണൽ യുദ്ധോപകരണമായ 155mm M999 ബറാക് ഈദനാണ്. 2019 പ്രതിരോധ കരാറുകാരായ എൽബിറ്റ് സിസ്റ്റംസ് നിർമ്മിച്ചതാണിത്. മറ്റൊന്ന് 227mm റാം ആം ഈദൻ ഗൈഡഡ് മിസൈലാണ്. എൽബിറ്റ് സിസ്റ്റംസ് വികസിപ്പിച്ച പുതിയ തരം ക്ലസ്റ്റർ യുദ്ധോപകരണമായ ഇതിന്റെ ലോഡ് കോഡ് അനുസരിച്ച് 2017 നിർമ്മിച്ചതാണെന്നും പറയുന്നു. ഈ 2 പുതിയ തരം ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഇസ്രയേൽ ഉപയോഗിക്കുന്നത് ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2006 ലെബനൻ യുദ്ധത്തിന് ശേഷം ഏകദേശം 2 പതിറ്റാണ്ടിനിടെ ഇസ്രയേൽ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ആദ്യ സൂചനയാണിത്. ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ വലിയ പ്രദേശങ്ങളിലാണ് പ്രയോഗിക്കുന്നത്. നിരവധിയായ ചെറിയ ബോംബുകൾ ഒരു ബോംബ് പെട്ടിയിൽ നിന്ന പോലെ പ്രയോഗിക്കുകയാണ്. ഇവയുടെ ഉപയോഗം വ്യാപകമായി നിരോധിച്ചിരിക്കുകയാണ്. കാരണം പ്രയോഗിക്കുന്ന ബോംബുകളിൽ ഏകദേശം 40% വരെ ലക്ഷ്യത്തിൽ പതിക്കുകയും ബാക്കിയുള്ളവ പൊട്ടിത്തെറിക്കാതെ അവിടെ കിടക്കുകയും ചെയ്യും. ഇവ കാലക്രമേണ സാധാരണക്കാർക്ക് വലിയ ഭീഷണിയായി മാറുകയും ചെയ്യും. ഇതുവരെ 124 രാജ്യങ്ങൾ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളുടെ ഉപയോഗം, ഉൽപാദനം, കൈമാറ്റം എന്നിവ നിരോധിക്കുന്ന ഉടമ്പടിയിൽ പങ്കാളികളായിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ ഇതിൽ അംഗമല്ല. അതിനാൽ അവരെ സംബന്ധിച്ച് ഉടമ്പടി ബാധകവുമല്ല. ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളുടെ ഉപയോഗം അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് വിദഗ്ധരും മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നത്. ഇത്തരം ആയുധങ്ങളുടെ വലിയ പ്രഹരശേഷി സൈനിക ലക്ഷ്യങ്ങളെ മാത്രമല്ല സാധാരണക്കാരെയും ഇല്ലാതാക്കും. യുദ്ധം കഴിഞ്ഞും പതിറ്റാണ്ടുകളോളം ബാക്കിയാകുന്ന ഇവയുടെ അവശിഷ്ടങ്ങൾ സാധാരണക്കാരെ കൊല്ലുകയും അംഗഭംഗം വരുത്തുകയും ചെയ്യുന്നത് തുടരുമെന്നാണ് ക്ലസ്റ്റർ മ്യൂണിഷൻ കോളിഷൻ ഡയറക്ടർ താമർ ഗാബൽനിക് ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രയേൽ സൈന്യം ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളുടെ ഉപയോഗം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി സാധാരണക്കാർക്ക് ദോഷം കുറച്ചുകൊണ്ട് നിയമപരമായ ആയുധങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത്. ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ലെബനന് തീരെ വേദനകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. 2006 യുദ്ധത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇസ്രായേൽ ലെബനനിൽ 4 ദശലക്ഷം ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചതായാണ് കണക്ക്. ഇതിൽ 1 ദശലക്ഷത്തോളം എണ്ണം പൊട്ടാതെ കിടക്കുന്നതായി പറയുന്നു. 2006 മുതൽ പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ മൂലം 400-ലധികം ആളുകൾ കൊല്ലപ്പെടുകയോ അംഗഭംഗം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതേസമയം പലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 13 മരണം സംഭവിച്ചിരുന്നു. ലെബനനിലെ തെക്കൻ തുറമുഖമായ സിദോണിന് സമീപമുള്ള ഐൻ അൽ ഹിൽവി പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലാണ് ചൊവ്വാഴ്ച ശക്തമായ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 4 പേർക്ക് പരിക്കേറ്റതായാണ് ഏറ്റവും പുതിയ വിവരം. ക്യാമ്പിലെ പരിശീലന കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേലിന്റെ വാദം. ഐൻ അൽ ഹിൽവി ക്യാമ്പ് പലസ്തീൻ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ്. അഭയാർത്ഥി ക്യാമ്പ് ഹമാസ് ഉപയോഗിക്കുന്നതായും ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്താൻ ക്യാമ്പ് ഉപയോഗിച്ചെന്നും ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നു. ഇസ്രയേലിന്റെ വാദങ്ങൾ കളവാണെന്നും തങ്ങളുടെ ക്രിമിനൽ ആക്രമണത്തെ ന്യായീകരിക്കാനുള്ള ശ്രമമാണെന്നും ഹമാസ് പ്രതികരിച്ചു. അഭയാർത്ഥി ക്യാമ്പുകളിൽ സൈനിക സ്ഥാപനങ്ങളില്ലെന്നും ഹമാസ് വ്യക്തമാക്കി. ഇസ്രയേലിന്റെ വാദങ്ങൾ ഹമാസ് നിഷേധിക്കുകയും ചെയ്തു. ഇസ്രയേൽ ലക്ഷ്യമിട്ട സ്ഥലം സംഘടനയുടെ പരിശീലന കേന്ദ്രമാണെന്നത് ശുദ്ധമായ കെട്ടിച്ചമയ്ക്കലും കളവുമാണെന്നാണ് ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഇസ്രയേലിനെതിരെ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിനായി ആ സ്ഥലം ഉപയോഗിച്ചിരുന്നെന്നും ഹമാസ് പ്രവർത്തിക്കുന്ന ഇടത്തെല്ലാം അവർക്കെതിരെ നടപടി തുടരുമെന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കൊല്ലപ്പെട്ട 13 പേരും സാധാരണക്കാരാണോ ഹമാസ് അംഗങ്ങളാണോ എന്നതിനെക്കുറിച്ച് ഇരുപക്ഷത്തും നിന്ന് വ്യത്യസ്തമായ വാദങ്ങളാണ് ഉയരുന്നത്. ഐൻ അൽ ഹിൽവി ക്യാമ്പ് വളരെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. അതിനാൽ തന്നെ ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇസ്രയേൽ സൈന്യം ലെബനനിൽ 5 താവളങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയെയോ ഹമാസിനെയോ ലക്ഷ്യമിട്ട് പതിവായി തെക്കൻ ലെബനനിൽ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാറുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.